സത്യം പറ, ആ കൊച്ചേതാ? സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ആ കുട്ടി അവളെന്റെ കാമുകയാണ്. അപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ദിത്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മരണം അഥവാ ആത്മഹത്യ, ഇന്നലത്തെ സോഷ്യൽ മീഡിയ ചർച്ചകൾ മൊത്തം അതിനെ കുറിച്ചായിരുന്നല്ലോ. ഈ മരിച്ച പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. ഈ ഇൻസ്റ്റാഗ്രാമുമായി ബന്ധപ്പെട്ട് റീൽസ് ഒക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. അക്ഷരാർത്ഥത്തിൽ ഒരു ഇൻഫ്ലുവൻസർ ആണ് എന്ന് തന്നെ പെൺകുട്ടിയെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. കാരണം ആ പെൺകുട്ടിയുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കോഴ്സുകളും മറ്റുമാണ് ഈ പെൺകുട്ടി ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്, പെൺകുട്ടിയുടേതായ തനത് ട്രിവാൻഡ്രം ഭാഷാ രീതിയിൽ. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ആക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു തന്നെ വേണം പറയാൻ. 1 ലക്ഷത്തിന് മുകളിൽ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരുടെ ചാനലിന്റെ പേര് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതിന്റെ കാര്യമില്ലല്ലോ. ഞാൻ പ്യാറു എന്നുള്ളതാണ് ചാനലിന്റെ പേര്. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് സൈഡിൽ കൊടുക്കാം. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. അന്ന് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ച ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം മെനിഞ്ഞാന്ന് രാത്രിയാണ് മരണപ്പെടുന്നത്. മരണപ്പെട്ട ആദ്യ മണിക്കൂറുകളിൽ സോഷ്യൽ മീഡിയയിൽ കറങ്ങിക്കൊണ്ടിരുന്നത് സൈബർ അറ്റാക്ക് കാരണമാണ് ഈ പെൺകുട്ടി മരണപ്പെട്ടത് എന്നുള്ളതാണ്. ആ രീതിയിലായിരുന്നു ഈ പെൺകുട്ടിയോട് കുടുംബം ആരോപിച്ചത്. ഇൻസ്റ്റാഗ്രാമിൽ ഈ പെൺകുട്ടിയെ ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഈ പെൺകുട്ടിക്ക് മുമ്പ് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവന് മൊത്തമായിരുന്നു ഇവർ രണ്ടുപേരും റീൽസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. കുറെ റിലേഷൻഷിപ്പ് ഫണ്ടുകളായിരുന്നു ആ സമയത്തുള്ളവരുടെ കണ്ടന്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്ന് ഒരു ദിവസം കാമുകൻ ഈ പെൺകുട്ടിയുടെ വീഡിയോസിൽ നിന്ന് വരാണ്ടാവുന്നത്. അതോടെ സ്വാഭാവികമായിട്ടും ആളുകൾ ചോദിക്കാൻ തുടങ്ങി, എവിടെ അവൻ തേച്ചോ എന്നുള്ള രീതി. പുള്ളിക്കാരുടെ ഫോളോവേഴ്സിന് ആ ചോദ്യങ്ങളും കുറ്റപ്പെടുത്തലുകളും സഹിക്കാൻ പറ്റാതെയാണ് ആ പെൺകുട്ടി കയറി ആത്മഹത്യ ചെയ്തത് എന്നതായിരുന്നു കുടുംബം ആദ്യം ആരോപിച്ചത്. ആ രീതിയിലായിരുന്നു ഇന്നലെ ഉച്ചവരെ സോഷ്യൽ മീഡിയ ചർച്ചകൾ പോയിക്കൊണ്ടിരുന്നത്. ഈ ആരോപണം കാരണം പിന്നീട് സംഭവിച്ച പൊല്ലാപ്പ് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവിടുത്തെ പൊതുജനല്ലേ ഇവരെല്ലാരും കൂടെ എന്താക്കുന്നറിയോ, ഈ പെൺകുട്ടിയുടെ മുൻ കാമുകന്റെ അക്കൗണ്ടിൽ പോയിട്ട് പൂര തെറിവിളി തുടങ്ങി. നിനക്ക് സമാധാനമില്ലടാ, നീ കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചില്ലടാ എന്നുള്ള രീതിയിൽ. എന്തിനു ആവശ്യമുണ്ടെന്നുള്ളതാണ്. ഇത് വല്ലാണ്ട് ഓവർ ആയ സമയത്ത് എന്തായെന്നറിയോ, ഈ ചെക്കനെ സംബന്ധിച്ചിടത്തോളം ഇതിനൊന്നും മറുപടി കൊടുക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലാണ് അവൻ. അങ്ങനെ എന്താക്കി അവന്റെ ഒരു സുഹൃത്ത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും അതൊന്ന് കണ്ടോക്കാം. ഞാനിപ്പോ വോയിസ് വീഡിയോ എന്ന് വെച്ചാൽ ബിനോയ്ക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയിക്കും പ്യാറിന്റെ എക്സ് ബോയ് ഫ്രണ്ട് ആണ് ബിനോയ്. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ആ കൊച്ചിനെ കുറേ സൈബർ ബുള്ളി ചെയ്ത് കമന്റ് ഇട്ട് ഒരുമാതിരി അവള് പോക്കാണ് തേപ്പ് കാര്യം മനസ്സിലാക്കാതെ ഓരോന്ന് കമന്റ് ഇട്ടു. അവൻ ഫാൻസാണ്, അവന്റെ ഫാൻസാണെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ ആ കൊച്ച് സൂയിസൈഡ് ചെയ്തപ്പോ റീസൺ എന്താന്ന് പോലും ആരും അറിയാതെ നേരെ പോയി അവന്റെ ഇൻസ്റ്റാഗ്രാമിൽ കമന്റ് ഇടുക, അവൻ കാരണമാണ് ആ കൊച്ചു മരിച്ചത്. നിങ്ങളോട് പറഞ്ഞു അവൻ കാരണം ആ കൊച്ച് സൂയിസൈഡ് ചെയ്തതെന്ന്. രണ്ടാമത്തെ കാര്യം, നീ ഇനി നേരെ ജീവിച്ചിരിക്കും അവന്റെ ചോദിക്കുന്നത്, അവന് കമന്റ് ഇടുന്നത് നീ ഇനി മനസ്സമായിട്ട് ജീവിക്കൂ, നിനക്കൊക്കെ എന്ത് വലിയ സുഖം കിട്ടുന്നവരത്തൊക്കെ കമന്റ് ഇട്ടിട്ട് അവനും പോയി ചാവണമായിരിക്കും, അവനും പോയി സൂയിസൈഡ് ചെയ്യണമായിരിക്കും. അവൻ ഏത് സിറ്റുവേഷനാണ് പോകുന്നത് എനിക്കിപ്പോ നല്ലവണ്ണം മനസ്സിലാവും. അവൻ സ്നേഹിച്ചൊരു പെണ്ണാണ് പോയത്. നിങ്ങൾ അവനൊന്ന് വെറുതെ വിട. ആദ്യം ആ ക്വസ്റ്റിനെയായിരുന്നു. പിന്നെ രണ്ടുപേരുടെ ഫ്രണ്ട്സ് തന്നെ, പക്ഷെ കൂടുതൽ ഞാൻ ക്ലോസ് അവനോട്. അപ്പൊ എനിക്ക് മനസ്സിലാവും നിങ്ങൾ എന്തുവായി ഉദ്ദേശിക്കുന്നേ. അതെ, ഇനിയിപ്പോ ആ പയ്യനും കൂടി കയറി തൂങ്ങണമായിരിക്കും. അതായിരിക്കും എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്തോന്നറിയത്, ഇത് മറ്റേ സൗദിയിലെ നിയമം പോലെ പകരത്തിന് പകരം എന്നുള്ള കോൺസെപ്റ്റ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഇവിടെ നിന്ന് തോന്നുന്നത്. അവൾ ഏതായാലും ആത്മഹത്യ ചെയ്തു, അവൻ കാരണം സൈബർ അറ്റാക്ക് ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവനെ തിരിച്ച് സൈബർ അറ്റാക്ക് ചെയ്യാം, അവനങ്ങനെ ചാവട്ടെ എന്നുള്ള രീതി. എന്തോന്നിടെ ഇത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ഇടപഴകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സൈബർ അറ്റാക്ക് ആണ് ഈ പെൺകുട്ടിയുടെ മരണകാരണം എന്ന് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. അങ്ങനെ വിശ്വസിക്കാൻ ഒരു കാരണമുണ്ട്. കാരണം ഈ പെൺകുട്ടി ഇന്നോ ഇന്നലെ സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു വന്ന പെൺകുട്ടിയല്ല, കാലങ്ങളോളമായി സോഷ്യൽ മീഡിയയിലുണ്ട്. 1 ലക്ഷത്തിലും പുറത്ത് ഫോളോവേഴ്സ് ഉണ്ട് അല്ലേ. ഈ പെൺകുട്ടി ചെയ്യുന്ന വീഡിയോസിനൊക്കെ അത്യാവശ്യം റീച്ചും ഉണ്ട്. എല്ലാ വീഡിയോസും 2 ലക്ഷം 3 ലക്ഷം 1 മില്യനൊക്കെയാണ് വ്യൂസ് വരുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇന്നത്തെ കാലത്ത് ആരും എത്തണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സൈബർ അറ്റാക്ക് ഒക്കെ നേരിട്ടിട്ടുണ്ടാകും അല്ലേ. ഇന്നൊരു വിധപ്പെട്ട സൈബർ അറ്റാക്ക് നേരിടാണ്ട് വലിയ റീച്ചിലേക്ക് എത്തിയ ഒരാളും ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഇന്നത്തെ കാലത്ത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് വലിയ സംഭവമൊന്നുമല്ല. അവർ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ തെറിവിളി കേൾക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അതിനൊക്കെ നേരിടാൻ പ്രാപ്തരാണ് പുതുതലമുറ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആര് വീഡിയോ ചെയ്യുകയാണെങ്കിലും സൈബർ അറ്റാക്ക് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ്സ് ഇടുന്നത്. അപ്പൊ സൈബർ അറ്റാക്ക് കിട്ടിയത് കാരണം എന്തെങ്കിലും കൊടുങ്കൈ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ അവൾ എന്നെ വീഡിയോ നിർത്തിപ്പോയേനെ. പക്ഷെ ഒരുപാട് കാലമായി സോഷ്യൽ മീഡിയയിലുണ്ട്. അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും സൈബർ അറ്റാക്ക് കാരണം ആത്മഹത്യ ചെയ്യില്ല. അതിനുള്ള സാധ്യത വളരെ 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 കുറവാണ്. ഇനി അങ്ങനെയൊക്കെ കൊടുങ്കൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മാസീവ് സൈബർ അറ്റാക്ക് ഒക്കെ നമ്മൾ നേരിടേണ്ടി വരും അല്ലേ. അപ്പൊ ഞാൻ ആ ലെവലിൽ ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും സൈബർ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ലെവലിൽ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പെൺകുട്ടി ബ്രേക്കപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള 2-3 റീൽസ് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ലെങ്കിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെവിടെയും ആളുകൾ ഭയങ്കരമായി ഈ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തിയതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. 1-2 കമന്റ്സുകൾ ഇങ്ങനെ പെറുക്കി കാണാൻ പറ്റും. അല്ല മറ്റവനെ കാണാനില്ലല്ലോ, ഇനി അവന്
എന്നാലും നീ തേച്ചോ എന്നുള്ള രീതിയിൽ 100 കമന്റ്സിന്റെ ഇടയിൽ ആ 2-3 ചോദ്യങ്ങൾ കണ്ട് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്ന എനിക്കൊന്നും തോന്നുന്നില്ല. അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവളൊരു പൊട്ടിപ്പെണ്ണായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ ഇന്നലെ രാവിലെ സോഷ്യൽ മീഡിയയിൽ വാർത്ത കറങ്ങിയെങ്കിൽ കൂടിയും ഉച്ച ആയതോടുകൂടി മെയിൻ സ്ട്രീം മാധ്യമങ്ങളും ഈ വാർത്ത ഏറ്റെടുക്കാൻ തുടങ്ങി അല്ലെ. അവരും പറഞ്ഞ കാരണം സൈബർ അറ്റാക്ക് കാരണമാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്നുള്ളതാണ്. അപ്പോഴും ഞാൻ ഇതൊക്കെ തന്നെയാണ് ചിന്തിച്ചത്. അങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഉച്ചയ്ക്ക് ശേഷം FIR റിപ്പോർട്ട് പുറത്തു വരുന്നത്. എന്റെ ചിന്തകൾ ഏകദേശം ശരിവെക്കുന്ന രീതിയിലായിരുന്നു FIR റിപ്പോർട്ട്. അതെ, FIR റിപ്പോർട്ടിൽ സൈബർ അറ്റാക്കിനെ കുറിച്ച് എവിടെയും പരാമർശിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ FIR റിപ്പോർട്ട് സൈഡിൽ കൊടുക്കാം. അത് പോസ്റ്റ് ചെയ്ത് വായിച്ച കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കും എന്താണ് മരണകാരനായിട്ട് പോലീസുകാർ FIR റിപ്പോർട്ടിൽ കുറിച്ചത്. ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പെൺകുട്ടി +2 മറ്റോ പഠിക്കുകയാണ്. അപ്പൊ ഈ സ്വാഭാവികമായിട്ടും തന്റെ കാമുകനുമായിട്ട് പ്രണയം ഉണ്ടാകുന്നു. ആ പ്രണയം വീട്ടിൽ പറയുന്നു. വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പഠിക്കുന്ന പ്രായമാണല്ലോ, നീ ഇപ്പൊ പഠിക്ക്, നമുക്ക് പഠനമൊക്കെ കഴിഞ്ഞ് ആലോചിക്കുന്ന ലെവലിൽ നിൽക്കുന്നു. അങ്ങനെ ഇരിക്കെ റിലേഷൻഷിപ്പിൽ ചില പ്രശ്നങ്ങൾ വരുന്നു. കുറച്ചു കാലം ഇവർ മിണ്ടാതാകുന്നു. തന്റെ കാമുകരുമായിട്ടുള്ള പിണക്കം ഈ പെൺകുട്ടിയെ മാനസികമായി ബാധിക്കുന്നു. എപ്പോഴും വിളിച്ചുകൊണ്ടിരുന്ന ഒരാള് തീരെ വിളിക്കാതായപ്പോ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വിഷാദ രോഗിയായിട്ട് മാറുന്നു. വലിയൊരു ട്രോമയിലേക്ക് പോകുന്നു. അങ്ങനെയുള്ളൊരു ചിന്തയിൽ ഈ പെൺകുട്ടി പെട്ടെന്നൊരു ദിവസം കയറി തൂങ്ങുകയായിരുന്നു. ഇതാണ് FIR ആദ്യം പോലീസുകാർ കുറിച്ചിട്ടത്. അതല്ലാതെ സൈബർ അറ്റാക്ക് കാരണമായിട്ടോ ആളുകൾ ചീത്ത പറഞ്ഞ കാരണമായിട്ടാണ് തൂങ്ങിയെന്ന് എവിടെയും പറയുന്നില്ല. നമ്മൾ അനുമാനിച്ച പോലെ തന്നെ കാര്യങ്ങൾ ഏകദേശം ഓക്കെ എന്നുള്ളതാണ്. പക്ഷെ FIR ആണ് ഒരിക്കലും അന്ത്യമല്ല. പോലീസുകാരൊന്ന് പുറമെ അന്വേഷിച്ച് അവർക്ക് തോന്നിയ കാര്യങ്ങളാണ് FIR ഇടുക. ഇനി കോടതിയിൽ ഈ കേസൊക്കെ നടന്നാൽ അന്തിമ വിധി വരത്തുള്ളൂ. അപ്പൊ എനിക്കിവിടെ പറയാനുള്ളത് ഇതൊരിക്കലും സൈബർ അറ്റാക്ക് എന്നുള്ള ഒരു ദുർബല വകുപ്പിലേക്ക് മാറ്റരുത് എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഈ കേസ് ഭയങ്കരമായിട്ട് ദുർബലമായി പോകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ പെൺകുട്ടി ബ്രേക്കപ്പ് ആയി. അത് കാരണം സോഷ്യൽ മീഡിയയിലെ ആളുകൾ ഈ പെൺകുട്ടിയെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അതിന് മനം തോന്നി ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. നമുക്ക് ആർക്കെതിരെ ഇതിൽ കേസ് എടുക്കാൻ പറ്റും? പൊതുജനത്തിനെതിരെയോ? എത്ര ആൾക്കാരെ വെച്ച് അറസ്റ്റ് ചെയ്യാൻ പറ്റും? അങ്ങനെ ആകുമ്പോൾ ഈ കേസ് ഭയങ്കര ദുർബലമായി മാറുന്നുള്ളതാണ്. അപ്പൊ സുഖമായി ഈ പെൺകുട്ടി ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചത് ആരാണോ അവർക്ക് ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കാൻ പറ്റും, ഒരു പ്രശ്നമില്ലാണ്ട്. കൃത്യമായി ഇതിലൊരു അന്വേഷണം വരണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഈ പെൺകുട്ടി കയറി തൂങ്ങിയിട്ടുണ്ടെങ്കിൽ കൃത്യമായി അതിന് പിന്നിൽ ഒരു പ്രേരണയുണ്ട്. ആരാണ് ആ പെൺകുട്ടിയെ പ്രേരിപ്പിച്ചതെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അത് സ്വന്തം വീട്ടുകാരാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ കാമുകനാണെങ്കിൽ അങ്ങനെ, ഇനി വേറെ ആരെങ്കിലും ആണെങ്കിൽ അങ്ങനെ. അതിനൊക്കെ പിന്നിൽ കൃത്യമായി ഇൻവെസ്റ്റിഗേഷൻ നടത്തി കൃത്യമായി ഇവരൊക്കെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതല്ലാണ്ട് ചുമ്മാ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞതിന് ദുർബലപ്പെടുത്തരുത് എന്നുള്ളതാണ്. എന്തൊക്കെയായാലും ഇത്രയൊക്കെ അയച്ചിരിക്കും. ഞാൻ ഈ പെൺകുട്ടിയുടെ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ. അപ്പൊ അതിൽ ഈ പെൺകുട്ടി ഒരു മാസമായി ഇട്ടുകൊണ്ടിരുന്ന റീലുകളൊക്കെ ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഫുള്ളും ബ്രേക്കപ്പ് റിലേറ്റഡ് റീലുകളായിരുന്നു ഈ പെൺകുട്ടി ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ 1-2 റീലുകൾ മാത്രം നമുക്കൊന്ന് പ്ലേ ചെയ്യിപ്പിച്ച് നോക്കാം. ഈ പെൺകുട്ടിയുടെ മൈൻഡ് സെറ്റ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തായാലും ഒന്ന് കണ്ടോക്കാം. നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാ ഇങ്ങനെ പറയുന്ന ചില കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരികൾ, ഞാൻ ഇനി അവനെ അവോയ്ഡ് ആക്കും കേട്ടോ. ഞാൻ ഇതിന് ചുമ്മാ അവനെ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തോണ്ടിരിക്കണം. എന്റെ എക്സ്പെക്ടേഷൻ ആണ് കുഴപ്പം. ഞാൻ അവോയ്ഡ് ചെയ്യും. ഇനി ഞാൻ മൈൻഡ് പോലും ചെയ്യൂല. മൈൻഡ് പോലും അവന്റെ മെസ്സേജ് ഞാൻ തിരിഞ്ഞു നോക്കൂല. ഒരു കോളിന് ശബ്ദം വരട്ടെ ഞാൻ മൈൻഡേ ചെയ്യൂല. ഒക്കെ എത്ര കുളം കണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ ഇതിനു മുന്നേ കുറെ ആൾക്കാരെ കണ്ടിട്ടുള്ളതാണ്. ഞാൻ പട്ടിയെ പോലെ പോകേന്നില്ല. ഇനി ഒരു മൈൻഡ് ചെയ്യൂല. ഇനി അവൾ 1 മിനിറ്റ് അല്ലെങ്കിൽ അവ 1 മിനിറ്റ് മെസ്സേജ് അയച്ചില്ലെന്നും പറഞ്ഞ് എനിക്ക് ഒന്നും ഒരു ചുക്കുമില്ല. എത്ര മിനിറ്റ് കഴിഞ്ഞ റിപ്ലൈ ഇട്ട്. എന്നാൽ അല്പസമയത്തിന് ശേഷം ഇത്രയും സമയമായില്ലേ, എന്ത് റിപ്ലൈ തരാത്ത, വിളിക്കുമല്ലേ. പാവ അവളെ ചിലപ്പം ബിസി ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ അവൻ ചിലപ്പോൾ ബിസി ആയോണ്ടായിരിക്കും. എന്തൊക്കെ തിരക്കുകളുള്ളതല്ലേ. നമ്മളാണത് മനസ്സിലാക്കാൻ. വിളിച്ചു നോക്കാം അല്ലേ. അല്ലേ ആരമ്മാ മെസ്സേജ് എന്റെ ഫോണിലാണാ അയക്കോ. എന്നിട്ട് മനസ്സിൽ ലാസ്റ്റ് ഈ ഡയലോഗും കൂടെ, എന്റെ ഭാഗ്യം തന്നെ അല്ലേ അവൻ അല്ലെങ്കിൽ അവള്. ഓക്കെ, അതാണ്. എത്രയൊക്കെ ആയാലും നമ്മൾ എത്ര ശപിച്ചാലും നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ നമുക്ക് വിളിക്കാതിരിക്കാനോ സംസാരിക്കാതിരിക്കാനോ ഒന്നും പറ്റില്ല എന്നുള്ള പുള്ളിക്കാരി ഇവിടെ പറഞ്ഞു വെക്കുന്നത് അല്ലേ. ഇങ്ങനെ റീല് ചെയ്യുക വഴി എന്തൊക്കെയോ കാമുകരോട് പറയാനുള്ള പോലെയാണ് ഈ പെൺകുട്ടി സംസാരിക്കുന്നത് അല്ലേ. ഇത് മാത്രമല്ല, സിമിലർ ആയിട്ടുള്ള മറ്റൊരു റീലും കൂടി ഉണ്ട്. ഇതിന് കുറച്ച് മുമ്പേ ചെയ്ത റീലാണ്. നമ്മൾ എന്തായാലും കണ്ടോക്കാം. റിലേഷനിൽ ഇരിക്കെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വേറൊരാൾക്ക് ക്രഷ് പോയി പറയുക, അവര് സെറ്റ് ആവുക, നമ്മൾ മൂഞ്ചലോടെ കൊണ്ടിരിക്കുക. അന്തവഴി അങ്ങ് പോകണമെങ്കിൽ പൊക്കോട്ട്. പിന്നെ എന്തിനു തിരിച്ചു വരണം? ആ ക്രഷിന്റെ എക്സ്പീരിയൻസ് ആയിട്ട് കഴിഞ്ഞിടണം വീണ്ടും നമ്മളെ അടുത്ത് തിരിച്ചു വരിക. പോണവരൊക്കെ പൊക്കോട്ട്. പിടിച്ചു നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. അതിന്റെ ഒരു ആവശ്യവും നമുക്കില്ല. ഏത് നമ്മളിരിക്കെ തന്നെ വേറെ അടുത്ത് ക്രഷ് എന്ന് പറഞ്ഞാൽ അപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മളത് കൊള്ളുന്നു പറഞ്ഞ് വേറൊരാളത് കൊള്ളാന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് നമ്മളത് കൊള്ളാന്നുള്ള നമ്മളെ സാധനങ്ങൾ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെട്ടാൽ മതി. നമ്മളെ കണ്ണായാലും മൂക്കായാലും വായായാലും ചുണ്ടായാലും. അപ്പുറത്ത് നിൽക്കണവന്റെ കണ്ണും മൂക്കും പലതും കണ്ട് ഇഷ്ടപ്പെട്ട് പോണവരെ അങ്ങ് പറഞ്ഞു വിട്ടോണം. പിന്നെ വീണ്ടും നമ്മളത് ഇഷ്ടപ്പെടാൻ വേണ്ടി വരുത്തേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത് മറക്കാതിരിക്കുക. ഒരു ക്രഷ് നീ ക്രഷ് നിറഞ്ഞു കുളമ്പി പോണവരുടെ എനിക്ക് പറയാനുള്ളത്, ഈ ഉത്സവ പറമ്പുകളിലും ബസ് സ്റ്റോപ്പിലും പോയി ഈ കണ്ണ് കൊള്ളാം, മൂക്ക് കൊള്ളാം, ചിരി കൊള്ളാം, കാല് കൊള്ളാം, കൈ കൊള്ളാം, എല്ലാം കൊള്ളാന്ന് പറഞ്ഞ് പോണവരെടുത്ത് ഈ കണ്ണും മൂക്കൊക്കെ ഏത് നിമിഷം എന്ത് വേണോ അടിച്ചു പോകാന്നുള്ള സംഭവങ്ങളാണ്. കൂടെ നിന്ന് ഇഷ്ടപ്പെടുന്നവരെ മനസ്സിലാക്കി പോയാൽ നിനക്കൊക്കെ കൊള്ളാം. അത് ഇനി ആരായാലും കൂടെ ഉള്ളത് നല്ലതാണെങ്കിൽ പിന്നെ എന്തിനാണ് കണ്ടവന്റെ സാധനം താങ്ങി പോണത്? അത് എന്തിന്റെ കഴിപ്പ് തരുവാണ്? അത് നല്ലതല്ല കേട്ടാ. ഓക്കെ, ഇവിടെയും പുള്ളിക്കാരിക്ക് കാമുകനോട് എന്തോ പറയാനുള്ള പോലെ തന്നെയാണ് സംസാരിക്കുന്നത്. ഇതേ തരത്തിലായിരുന്നു കഴിഞ്ഞൊരു 10-25 റീൽ എന്ന് പറയുന്നത്. ഇതിനൊക്കെ നല്ല റീച്ചും ഷെയർ
ഷെയറും വ്യൂസും ലൈക്സും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല പോസിറ്റീവ് കമന്റ്സ് റെസ്പോൺസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഈ പെൺകുട്ടി കയറി തൂങ്ങുന്നത്. പിന്നെ മാത്രവുമല്ല മറ്റൊരു റീലിൽ തനിക്ക് മെന്റൽ ട്രോമ ആണെന്നുള്ള രീതിയിലും ഈ പെൺകുട്ടി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം കൂടി എടുത്ത് വായിക്കുന്ന സമയത്ത് ഒരുപാട് ദുരൂഹതകളുള്ള പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ പെൺകുട്ടിക്ക് പ്രണയ നൈരാശ്യം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ എന്തൊക്കെയാണ് ഈ പെൺകുട്ടിയെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ അത് കണ്ടെത്തുക തന്നെ വേണം. അത് പോലീസുകാരുടെ ഡ്യൂട്ടിയാണ്. അപ്പോഴും എന്റെ ചോദ്യം അതല്ല, എന്തുകൊണ്ട് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ സൈബർ അറ്റാക്ക് എന്ന് പറയുന്ന വകുപ്പിലേക്ക് ഇതിനെ ഒതുക്കാൻ നോക്കി? അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ഫോൾട്ട് ഇല്ലാതെ അവരങ്ങനെ ചെയ്യില്ലല്ലോ. ഏതൊരാളാണെങ്കിലും തന്റെ മകൾ മരണപ്പെടുകയാണെങ്കിൽ അതിന് പിന്നിലുള്ള ഒരാളെ കണ്ടെത്താനുള്ള ശ്രമമല്ലേ അവർ ചെയ്യത്തുള്ളൂ. പക്ഷെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ചെയ്തെന്താണ്? സൈബർ അറ്റാക്കിലേക്ക് പഴി ചാരി അതിന് പിന്നിലുള്ള എല്ലാ കാര്യങ്ങളും മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു ഇന്റൻഷൻ ഇല്ലേ? ഇനി എന്റെ തോന്നലാണെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തൊക്കെയായാലും എനിക്കെന്തോ ഭയങ്കര ദുരൂഹത ഇതിന് പിന്നിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്ര ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളൂ. എന്താണ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിലേക്ക് പെടുത്തുമല്ലോ. അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.